കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനാണ് 1ാം റാങ്ക്, ഹരികൃഷ്ണൻ ബൈജുവിനാണ് 2ാം റാങ്ക്. ഫാർമസി വിഭാഗത്തിൽ 1ാം റാങ്ക് ആലപ്പുഴ സ്വദേശി അനഘ അനിലിനാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 86,549 പേർ പരീക്ഷ എഴുതിയതിൽ 76,230 പേരാണ് യോഗ്യത നേടിയത്. മൂവാറ്റുപുഴ സ്വദേശിയാണ് 1ാം റാങ്ക് നേടിയ ജോൺ ഷിനോജ്. എറണാകുളം ചെറായി സ്വദേശിയാണ് 2ാം റാങ്ക് നേടിയ ഹരികൃഷ്ണൻ ബൈജു. കോഴിക്കോട് കാക്കൂർ സ്വദേശി അക്ഷയ് ബിജുവിനാണ് 3ാം റാങ്ക്. 9ാം റാങ്ക് നേടിയ ദിയ രൂപ്യ BR ആണ് പെൺകുട്ടികളിൽ മുന്നിൽ. അനന്യ രാജീവാണ് രണ്ടാമത്. ജോൺ ഷിനോജ്, വട്ടക്കുഴിയിൽ ഹൗസ്, വഴിയംചിറ, മൂവാറ്റുപുഴ, കല്ലൂർക്കാട്, എറണാകുളം. 2ാം റാങ്ക് ഹരികൃഷ്ണൻ ബൈജു, പൊട്ടാശ്ശേരി ഹൗസ്, ജനത ബീച്ച് റോഡ്, ചെറായി, എറണാകുളം. 3ാം റാങ്ക് അക്ഷയ് ബിജു BN, സുധിൻ ഹോസ്, കാക്കൂർ, കോഴിക്കോട്. 9 ദിയ രൂപ്യ BR, നികേതം, പെരുമ്പുഴ, കൊല്ലം. പട്ടികജാതി വിഭാഗത്തിൽ കാസർഗോഡ് നീലീശ്വരം സ്വദേശി ഹൃദിൻ S ബിജുവിനാണ് 1ാം റാങ്ക്. പട്ടികവർഗ വിഭാഗത്തിൽ കോട്ടയം മണാർക്കാട് സ്വദേശി KS ശബരിനാഥ് 1ാം റാങ്ക് നേടി. ഫാർമസി വിഭാഗത്തിൽ ആലപ്പുഴ സ്വദേശിനി അനഘ അനിലിനാണ് 1ാം റാങ്ക്. കോട്ടയം സ്വദേശി ഹൃഷികേശ് ഷേണായി 2ാം റാങ്കും മലപ്പുറം സ്വദേശിനി ഫാത്തിമത്ത് സഹ്റ 3ാം റാങ്കും നേടി. മാർക്ക് ഏകീകരണത്തിൽ വിദഗ്ധ സമിതി നൽകിയ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് ഫലം പുറത്തുവന്നത്. അപേക്ഷയിലും അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിലെയും തെറ്റുകൾ തിരുത്താനുള്ള അവസരമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 2025 AST അക്കാദമിക് കലണ്ടർ പ്രകാരം 2025 ഓഗസ്റ്റ് 14-നുള്ളിൽ BTech പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.